പ്രധാനമായും മീനങ്ങാടി ഭാഗത്താണ് ഇത്തരത്തിൽ മഴയിൽ വ്യാപക നാശനഷ്ടം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൽപ്പറ്റ ഭാഗങ്ങളിലൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു, അല്പസമയം മുമ്പ് മഴയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇടവിട്ട് പെയ്യുന്ന മഴയാണ് ഇപ്പോൾ വെയിലിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നു. ചെറിയ തരത്തിലുള്ള ഒരു വെയിലിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നു. പക്ഷേ പല ഭാഗങ്ങളിലായി മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്രത്തോളം ശക്തമായ ഒരു മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായ കാറ്റും ഒപ്പം തന്നെ ആലിപ്പഴ വർഷവും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പാപ്പളശ്ശേരി ഭാഗത്താണ്, മീനങ്ങാടി പാപ്പളശ്ശേരി അഴീക്കോട് നഗർ കവളമറ്റം ഭാഗങ്ങളിലാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പാപ്പളശ്ശേരി മൂന്നാനംകുഴി റോഡിന് കുറുകെ ഒരു മരം വീണു. ആ തടസ്സമൊക്കെ ഇപ്പോൾ നീക്കി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്ന വിവരം. 3 മണിയോടെ ആരംഭിച്ച മഴയാണ് പിന്നീട് അത് ശക്തമായ മഴയിലേക്കും ശക്തമായ കാറ്റിലേക്കും ആലിപ്പഴ വർഷത്തിലേക്കും ഒക്കെ കടന്ന് അവിടെ വലിയ രീതിയിലുള്ള വ്യാപകമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ മഴ എത്തിയത്. എന്തായാലും നിലവിൽ മഴ പെയ്തത് എന്നുള്ള ചൂടിനൊരു ആശ്വാസമാണെങ്കിലും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വലിയൊരു ഭീതി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ റോഡിന് കുറുകെ വീണ മരം അടക്കം മാറ്റിയുള്ള തടസ്സങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാകുന്നു. അതോടൊപ്പം നിരവധി ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം ഈ മഴയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്.